നല്ലാറിൻ്റെ നാശമായിട്ടേ എന്ന് പറഞ്ഞ പോലെയാണ് പ്രീമിയർ പ്രോയുടെ എക്സ്പോർട്ടിംഗ് ഔട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രീമിയർ പ്രോൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെയോ കൊടുക്കുന്ന ഫൂട്ടേജിൻ്റെയോ ഗ്രേഡിൻ്റെയോ ഒന്നും പ്രോബ്ലം അല്ല. നമുക്കൊന്ന് രണ്ട് കാര്യങ്ങളെപ്പറ്റി ധാരണ ഇല്ലാത്തതുള്ള പ്രോബ്ലം മാത്രമാണ്. ഇതാണ് ഇതിൽ കോമൺ ആയിട്ട് കാണുന്നൊരു പ്രോബ്ലം. കണ്ടില്ലേ, ഒരു വാഷ് ഔട്ട് ഫീൽ ഉണ്ടാവും. നമ്മൾ എത്ര കോൺട്രാസ്റ്റ് പഞ്ച് ചെയ്ത് കളറൊക്കെ സെറ്റ് ചെയ്താലും അതൊരു ഒരു വാഷ് ഔട്ട് ഫീൽ, ആ പഞ്ചൊക്കെ പോയി നാശമായിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. നമുക്കിത് ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ഡിവൈസുകളെ പറ്റി മനസ്സിലാക്കിയിരിക്കണം. കാരണം ഓരോന്നും ഓരോ ടെക്നോളജിയിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ മൊബൈലിൽ കാണുന്ന പോലെ ആയിരിക്കില്ല കമ്പ്യൂട്ടറിൽ കാണുന്ന പോലെ ആയിരിക്കില്ല ടി വിയിൽ കാണുന്ന പോലെ ആയിരിക്കില്ല തിയേറ്ററിൽ കാണാം. എല്ലാം ഒരു ഫയലാണെങ്കിൽ കൂടിയും ഇതിൻ്റെ ഔട്ട്പുട്ടിനും ടെക്നോളജിക്കും ഒരു വ്യത്യാസങ്ങളുണ്ട്. സോ നമ്മൾ അതിനനുസരിച്ചിട്ട് ഔട്ട് കൊടുത്താൽ മാത്രമാണ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുക. ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും സെയിം ടെക്നോളജി തന്നെയാണ് ഉപയോഗിക്കുന്നത്. പ്രീമിയറിൽ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൽ സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, കളർ ഗ്രേഡിംഗ് അങ്ങനെയുള്ള ട്യൂട്ടോറിയൽസും ഫിലിം മേക്കിങ്ങിനെ പറ്റിയൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇനി ഇങ്ങനത്തെ കണ്ടൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കിത് വർത്താണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു ക്ലിപ്പ് പ്ലേ ആവുന്നുണ്ടല്ലേ. നമ്മൾ ചെറിയൊരു ലുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്, കോൺട്രാസ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് സെറ്റപ്പ് ചെയ്ത് നമ്മൾ ലുക്കൊക്കെ കൊടുത്ത് സ്കിൻ ടോണൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ ലുക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനെ ഔട്ട് കാണുമ്പോൾ സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വന്തം സന്തോഷിച്ച് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് എക്സ്പോർട്ടിങ് കഴിയുമ്പോൾ മരണവീട് പോലെ ആവുന്നത്. ഔട്ട്പുട്ടിൻ്റെ പ്രോബ്ലം ഫിക്സ് ചെയ്യുന്നതിന് കുറച്ച് കാര്യങ്ങൾ അറിയണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി. ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. നമ്മളുടെ ഫൂട്ടേജിൽ നമുക്ക് 3 കാര്യങ്ങൾ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു ഫൂട്ടേജ് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ഇമേജ് ഉണ്ടാവുക. HSL, അതായത് ഹ്യൂ, സാറ്റുറേഷൻ, ലുമിനൻസ്. ഇത് 3 കൂടി കൂടുമ്പോഴാണ് ആക്ച്വലി ഒരു ഇമേജ് ഉണ്ടാവുന്നത്. ഇതിൽ എപ്പോഴും ഉണ്ടാകുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുമിനൻസ് വാല്യൂ ആണ്, അല്ലെങ്കിൽ ഗാമ വാല്യൂ ആണ് ഇതിൽ പ്രോബ്ലം വരിക. അപ്പോൾ നമ്മൾ ഗാമ വാല്യൂ എന്താണെന്ന് നമ്മൾ പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. സോ ഗാമ വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ലുമിനൻസിനെ തന്നെയാണ്. അതിൻ്റെ ബ്രൈറ്റ്നസിൻ്റെയും ഷാഡോസിൻ്റെയും റേഷ്യോനെയാണ് നമ്മൾ ഈ ഗാമ വാല്യൂ എന്ന് പറയുന്നത്. അത് ഓരോ ഡിവൈസിനും ഓരോന്നായിരിക്കും. അതായത് വെബിലോട്ട് പോകുന്ന ഗാമ വാല്യൂ ആയിരിക്കില്ല ബ്രോഡ്കാസ്റ്റിംഗ് അഥവാ TV അങ്ങനെയുള്ളതൊന്നും ഒരേ വാല്യൂ ആയിരിക്കില്ല. സെയിം തന്നെയാണ് തിയേറ്ററിൽ വരുമ്പോൾ. തിയേറ്ററിലുള്ള ഗാമ വാല്യൂ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. സോ നമുക്ക് വെബിലോട്ട്, അതായത് യൂട്യൂബ് അങ്ങനെയുള്ള പരിപാടികൾക്ക് അല്ലെങ്കിൽ ഫോണിൽ കാണുന്ന പരിപാടികൾക്ക് അതൊക്കെ അങ്ങനെയാണല്ലോ, ഇൻ്റർനെറ്റ് വഴി അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് വേണ്ടി കാണാൻ വേണ്ടിയിട്ടുള്ള ഔട്ട്പുട്ടിൽ നമ്മൾ ഗാമ കൊടുക്കുന്നത് 2.2 ആണ്. നമ്മളൊരു ബ്രോഡ്കാസ്റ്റിംഗ് പ്യുവർലി ഒരു TV പരിപാടിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 2.4 ആണ്. തിയേറ്ററിലേക്ക് വരുന്ന ഗാമ വാല്യൂ എന്ന് പറയുന്നത് 2.6 ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് വാട്ട് ഈസ് ഗാമ എന്ന് മനസ്സിലായിട്ടുണ്ടോ? നമുക്കിതൊന്ന് ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കറിയാമല്ലോ ഈ പ്രോപ്പർ കണ്ടൗണ്ട് കാണുന്നത് തന്നെയാണോ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് നമുക്ക് നോക്കാമല്ലോ. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, എക്സ്പോർട്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ പ്രോബ്ലം എന്താണെന്ന്? ഒരു ബ്ലാക്ക് ഇഷ്യൂ ഉണ്ടോ? കോൺട്രാസ്റ്റിലൊക്കെ ഒരു പ്രോബ്ലം കണ്ടില്ലേ? കണ്ടോ, ഒരു ബ്ലാക്കിലൊക്കെ ഒരു പ്രോബ്ലം ഉണ്ട്. ഞാനത് സ്ക്രീൻ ബൈ സ്ക്രീൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നോക്കി, കണ്ടില്ലേ, നമ്മൾ പ്രീമിയറിൽ കാണുന്നത് ഇങ്ങനെയാണ്, ബട്ട് ഔട്ട്പുട്ട് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് 2 സൊല്യൂഷനാണുള്ളത്. ഒന്ന് ഗാമ കറക്ഷനും പിന്നെ ഒന്ന് ഞാൻ ലാസ്റ്റിൽ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സൊല്യൂഷൻ കാണാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഫയൽസിൽ പോവാം, നേരെ താഴേക്ക് വരാം. ഇവിടെ പ്രൊജക്ട് സെറ്റിങ്സ് ഉണ്ടാവും, അതിനകത്ത് കളർ എടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നോക്കി കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതായത് ഈ പ്രൊജക്റ്റിൻ്റെ കളർ, അതായത് ഈ ടൈം ലൈൻ കളർ എങ്ങനെയാണ് വേണ്ടത്, ഔട്ട്പുട്ട് എങ്ങനെയാണ് വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. സോ ഇതിൽ 3 ഓപ്ഷനുള്ളത്. ഒന്ന് 2.4 ബ്രോഡ്കാസ്റ്റിംഗ് സെറ്റിങ്സ്, അതായത് TV പോലുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നുള്ളത് 2.2 വെബ്, അത് ഫോൺ അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നുള്ളത് 1.96 അത് ക്വിക്ക് ടൈം, അതായത് ആപ്പിൾ ഡിവൈസുകൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അവരുടെ ഓൺ സാധനങ്ങളാണ്. അതായത് ആപ്പിളിൻ്റെ സാധനങ്ങൾ പ്രോപ്പറായിട്ട് കാണണം എന്നുള്ള സെറ്റിങ്സിന് വേണ്ടിയിട്ട് ആപ്പിൾ കൊടുത്തിട്ടുള്ള, അതായത് അഡോബി ആയിട്ട് മുമ്പ് ഭയങ്കര ടൈപ്പിലായിരുന്നുകൊണ്ട്, ആപ്പിളിൻ്റെ ടൈപ്പിലാണ്, നല്ല ടൈപ്പിലായതുകൊണ്ട് ഇങ്ങനെ ഒരു ഗാമ വാല്യൂ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് യൂണിവേഴ്സലായിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. സോ നമുക്കിത് എന്താ ചെയ്യുക, വിൻഡോസ് PCകളൊക്കെ മുമ്പേ തന്നെ 2.2 എന്നുള്ള വാല്യൂലാണ് കാലിബ്രേറ്റഡ് ആയിട്ടുള്ളത്. ഇൻ്റർനെറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അവർ ഓൾറെഡി 2.2 ആണ് കൊടുത്തിരുന്നത്. സോ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, 2.2 ആക്കാം. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഈ ബ്ലാക്സ് വാല്യൂ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഒന്ന് വിസിബിളായി. അതിനർത്ഥം 2.4 പോകുമ്പോൾ TVയിൽ ആ ബ്ലാക്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല റിച്ച് ആയിരിക്കും, പ്രോപ്പർ കോൺട്രാസ്റ്റ് ആയിരിക്കും. കാരണം TV ഒരു പഞ്ച് ആഡ് ചെയ്യും ഓട്ടോമാറ്റിക്കലി. TVകളൊക്കെ അങ്ങനെ ആയതുകൊണ്ട് TVയുടെ ഒരു പഞ്ച് എന്തായാലും വരും. സെയിം ടൈം മൊബൈലൊക്കെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട്, വെബൊക്കെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് എന്ത് ചെയ്യാം, അതിൻ്റെ കാലിബ്രേഷൻ കുറച്ച് വ്യത്യാസമുണ്ട്. ചിലപ്പോൾ ഇത്രയും ഗാമ വാല്യൂ ആവശ്യം ഉണ്ടാവില്ല. അതിന് 2.2 വാല്യൂ ധാരാളമാണ്. സോ നമ്മൾ 2.2 കൊടുത്തു. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ സെയിം പ്രോബ്ലം വാഷ് ഔട്ട് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു പണിയും കൂടിയുണ്ട്. നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക,
എക്സ്പോർട്ടിൻ്റെ അവിടെ വരാം. ഞാൻ എക്സ്പോർട്ടിങ് സെറ്റിങ്സിൻ്റെ ഒരു വീഡിയോ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. സോ അത് ഞാനിവിടെ കാണിക്കുന്നില്ല. ബട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ഔട്ട്പുട്ട് ഫയൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഞാനിപ്പോൾ ഇനി പറയാൻ പോകുന്ന ട്രിക്ക് ഉപയോഗിച്ചിട്ട് നമുക്കൊരു വീഡിയോ ഒന്ന് ഔട്ട് എടുത്ത് നോക്കാം. സോ അപ്പോൾ അത് നിങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിപ്പോൾ കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഓക്കെ അല്ലേ, നമ്മളത് വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല, സ്ക്രീനിൽ പക്കയാണ്. ബട്ട് നമുക്ക് എന്ത് ചെയ്യും, ഔട്ട് എടുക്കുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു വാഷ് ഔട്ട് ഫീൽ വരും, ഈ കളേഴ്സിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരും. നമ്മുടെ സെറ്റിങ്സിൻ്റെ അകത്ത് ഇഫക്ട്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, അത് ഓൺ ആണോ എന്ന് നോക്കാം. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ലുമിട്രി ലുക്ക് അല്ലെങ്കിൽ ലെറ്റ്, നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ലുക്കോ പ്രീസെറ്റോ അല്ലെങ്കിൽ ലെറ്റോ നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ചോദിക്കും ഏത് ലെറ്റാണ് വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ സോഴ്സ് കാണിച്ചു കൊടുക്കുക. ഇത് ഞാൻ കണ്ടുപിടിച്ചൊന്നുമല്ല, ഇതൊക്കെ ബുദ്ധിയുള്ള പിള്ളേർ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ള ലെറ്റാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ പ്രീമിയറിന് എൻ്റെ ലെറ്റ് കിടക്കുന്ന പാത്ത് ജസ്റ്റ് കാണിച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് രണ്ടിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, കസ്റ്റമിൽ പോകാം. QT ഗാമ കോമ്പൻസേഷൻ ലെറ്റ്, ഇതൊരു ക്യൂബ് ഫയലാണ്. സോ നിങ്ങൾക്ക് ഇത് കോമൺ ആയിട്ട് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ജസ്റ്റ് ഇത് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. ബൂം, ഇവിടെ കുറച്ച് ഓവർ പഞ്ചി ആയിട്ടുണ്ട്, ശ്രദ്ധിച്ചോ, നിങ്ങൾ നോക്കി, കുറച്ച് ഓവർ പഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. അത് ഓഫ് ചെയ്ത് കാണിച്ചു തരാം, കണ്ടോ. അപ്പോൾ എന്താ സംഭവിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ലെറ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഔട്ട് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ഓവറായിട്ട് പഞ്ചുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യും, ബ്ലാക്സും കാര്യങ്ങളെ കുറച്ച് ഓപ്പൺ ആക്കും. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക, ഓട്ടോമാറ്റിക്കലി നമ്മൾ ലെറ്റ് ആഡ് ചെയ്തേക്കുന്നതുകൊണ്ട് ഈ ബ്ലാക്സ്, ഓവറായിരിക്കുന്ന ബ്ലാക്സ് ആ ഷാഡോസിൻ്റെ ലിഫ്റ്റിനെയൊക്കെ എന്ത് ചെയ്യും, കോമ്പൻസേറ്റ് ചെയ്യും. ജസ്റ്റ് നമുക്കൊന്ന് ഔട്ട് എടുത്ത് നോക്കാം, അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ഫയൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു പ്ലെയറിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ, നമ്മൾ ഏകദേശം അത് ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഒരു 99% നമ്മൾ പിടിച്ചിട്ടുണ്ട്. സോ ബ്ലാക്സ് ഒക്കെ ഏകദേശം കണ്ടില്ലേ, പ്രോപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഹെയറിൻ്റെ ഭാഗം നോക്കി, കണ്ടില്ലേ, നിങ്ങൾ ജീൻസിൻ്റെ ഭാഗം നോക്കി, കണ്ടില്ലേ, അത് കോമ്പൻസേറ്റ് ആയി വന്നിട്ടുണ്ട്. സോ നമ്മുടെ പ്രോബ്ലം ഇതേപോലെ ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട്, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ആ ബ്ലാക്സും ഗാമയൊക്കെ ബാലൻസ് ആയിട്ടുണ്ട്. നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുക, എക്സ്പോർട്ട് ചെയ്ത ഫയൽ കണ്ടിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളൊരു 99% പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ.